ഇന്ന് ഞാനൊരു മീൻകറിയും കപ്പയും വേവിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണ്. അപ്പം മീനൊക്കെ ക്ലീനാക്കി അതിന് കടുകൊക്കെ പൊട്ടിച്ച് മുളക് പൊടിയൊക്കെ ഇട്ട് ഞാൻ മീനിപ്പോൾ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതപ്പം പയ്യെ ഇരുന്ന് തിളയ്ക്കട്ടെ. അപ്പോഴേക്കും ഞാൻ നമ്മുടെ കപ്പ പൊളിച്ചിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മുടെ മീൻകറി നല്ല പോലെ തിളച്ചിട്ടുണ്ട്. അതിനെ തിളച്ച് നല്ലതായിട്ട് കുറുകി വരണം. അപ്പോൾ നമ്മുടെ മീൻകറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അത് കുറുകി വന്ന് ഗ്യാസ് ഓഫ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഞങ്ങൾ ഒഴിക്കാറുണ്ട്. അപ്പം നമ്മുടെ കപ്പ ഇതാണ് കിട്ടിയത്. ഇവിടെ നല്ല കപ്പകളൊന്നും വലുതായിട്ട് കിട്ടത്തില്ല, എങ്കിൽ തന്നെ കുഴപ്പമില്ലായിരുന്നു. അപ്പം ഞാനത് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. കപ്പ അരിഞ്ഞത് കഴുകി ഞാൻ അടപ്പത്തിട്ട് കൊടുത്തേ. അപ്പം കപ്പ അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നല്ല പൊടിയുന്ന കപ്പയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അപ്പം കപ്പ വെന്തിട്ട് ഞാൻ എൻ്റെ വെള്ളമൊക്കെ ഊറ്റിക്കഴിഞ്ഞതിന് ശേഷം നമ്മുടെ തേങ്ങയും കാന്താരിയും മഞ്ഞളും ഇച്ചിരി 2-3 ഇതള് വെളുത്തുള്ളിയും 2-3 തരി ജീരകവും കൂടെ ചതച്ചതാണ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് വെച്ചിട്ട് അത് നമുക്കൊന്ന് പൊത്തി വെച്ചിട്ട് ചെറിയ തീയിൽ അതിൽ ആവി കയറ്റണം. ശകലം കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കറിവേപ്പിലയാണ്, ഉണങ്ങിപ്പോയി. എങ്കിലും വെച്ചേക്കുക, നാട്ടിലത്തെ അല്ലേ, ഉണങ്ങിയാലും അതിനൊരു മണമാണ്. അപ്പം ഞാൻ ആ കപ്പയെല്ലാം ഒന്ന് പൊത്തി വയ്ക്കുവാണ്. ഒരു 5 മിനിറ്റ് മതി അതൊന്ന് ആവി കയറാനായിട്ട്. അപ്പോൾ അത് ആവി കയറിയിരിക്കുന്നു, ആവി കയറിയിട്ടുണ്ട്. എന്നാലും ഒന്നുകൂടി ഇച്ചിരി കൂടെ ഒന്ന് ഇതാക്കാനുണ്ട്. അതിനുവേണ്ടി രണ്ടാമതും അത് അടച്ചു വെച്ചു. അപ്പോൾ ഇതായിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്ത് എന്നിട്ട് ഞാൻ നന്നായിട്ടത് കുഴച്ചെടുക്കുക. നല്ല പൊടിഞ്ഞ കപ്പയാണ്, നന്നായിട്ടത് കുഴച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണോ നിങ്ങൾ കപ്പ ഉണ്ടാക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ മത്തുണ്ടല്ലോ, തൈര് ഉടയ്ക്കുന്നത് ഇത് വെച്ചിട്ടാണ് ഞാൻ കുഴച്ചെടുത്തത്. അത് കഴിഞ്ഞ് നമ്മുടെ പ്ലേറ്റിനകത്തിലേക്ക് ഇടുകയാണ്. കഴിക്കാനായിട്ട് ചൂടോടെ തന്നെ കഴിക്കണം. അപ്പോൾ അയലക്കറിയും കപ്പയും കൂടെ കഴിക്കാൻ പോവുകയാണ്. നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണോ ഇങ്ങനെയൊക്കെ കഴിക്കാനായിട്ട്? നല്ല അടിപൊളി കപ്പയായിരുന്നേ. ഇച്ചിരിയേ കിട്ടിയുള്ളൂ, കുറച്ചേ കിട്ടിയുള്ളൂ, തീർന്നു പോയായിരുന്നു. അപ്പം കപ്പ നല്ല അടിപൊളി കപ്പയായിരുന്നു. എൻ്റെ കൂടെ മീൻകറിയും കൂടി അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിലൊന്ന് കമൻറ്റും ചെയ്ത് ലൈക്കും ഷെയറും ചെയ്യണേ. അപ്പോൾ എൻ്റെ ചാനൽ കണ്ടതിന് നന്ദി.